നമ്മളുടെ നാട്ടിൽ ഒരു 1970-71 ആ കാലഘട്ടങ്ങളിലാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ മിമിക്രി എന്ന പരിപാടി ആരംഭിക്കുന്നത്. ഒറ്റക്കായിരുന്നു. പിന്നീടാണ് അത് 2 പേര് 3 പേര് ചേർന്നുള്ള കൊതുക് നാണപ്പൻ്റെ മിമിക്രി പ്രോഗ്രാമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ്. അതുപോലെ വേണു ഫാസിൽ, നമ്മുടെ നെടുമുടി വേണു ഫാസിൽ സാറും ചേർന്നുള്ള കോമഡിയൊക്കെയാണ് പിന്നീട് വന്നത്. അതിനുശേഷം ഒരു 81-ലാണ് മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു കലാരൂപം വരുന്നത്. പിന്നീട് അത് തന്നെ സ്പെഷ്യലൈസേഷനായി. ഈ കോമഡി ചെയ്യുന്ന ഒരാൾ, അതുപോലെ സിനിമാ താരങ്ങൾ അനുകരിക്കുന്ന വേറൊരാൾ, ശബ്ദങ്ങൾ അനുകരിക്കുന്ന വേറൊരാൾ, അങ്ങനെ അതിൽ തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ വന്നു. വീണ്ടും ഈ ശബ്ദങ്ങൾ അനുകരിക്കുന്നവരിൽ തന്നെ വീണ്ടും സ്പെഷ്യലൈസേഷൻ വന്നിട്ടാണ് ഈ ഡ്രംസ് വായിക്കുന്ന ഒരാൾ, മൃദംഗം വായിക്കുന്നത്, അതായത് റിതം സൈഡ് മാത്രമേ നോക്കുള്ളൂ, സ്ട്രിങ്സ് വായിക്കുന്ന ഒരു വിഭാഗം. അതിനുശേഷം ഒരു 80-85 കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു സ്പെഷ്യലൈസേഷൻ വന്നിട്ട് അതിൽ നിന്നാണ് ഈ മിമിക്സ് ഗാനമേള എന്നുള്ളൊരു സംഭവം ഉരുത്തിരിഞ്ഞു വരുന്നത്. ആ സമയത്ത് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ മിമിക്സ് ഗാനമേള മാത്രമായിട്ട് അവതരിപ്പിക്കുന്ന ടീമുണ്ട്. ഏതായാലും ഈ ഗാനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇത് ഏറ്റവും ടഫായിട്ടുള്ള, വളരെ ടഫായിട്ടുള്ള ഒരു ഗാനമാണ് ഇവരുടെ അവതരിപ്പിച്ചത്. ഏതായാലും ഇവരെ അഭിനന്ദിക്കാതെ നിവൃത്തിയില്ല. അതുപോലെ തന്നെ അതില് അബി, നാദർഷ, അവരെ നമുക്ക് 2 പേർക്കും അറിയാം. അതുപോലെ തന്നെ വാഴക്കുളം ആന്റണി, റോജി, അരവിന്ദാക്ഷ കുറുപ്പ്, റോജി, ഇവരൊക്കെ ആയിരുന്നു അന്ന് മിമിക്സ് ഗാനങ്ങളുടെ രാജാക്കന്മാര്. ഞാനും ഉണ്ട്. മൃദംഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ജോർജ് ചേട്ടന്റെ തബല നമുക്ക് കേൾക്കണം. അതിന് മുൻപായിട്ട് ഇപ്പോ താങ്കൾ ഒരു താരത്തിനെ അനുകരിക്കാറുണ്ട്. ആരാണ്? താങ്കൾ തന്നെ. തുടരും എന്ന് പറയുന്ന സിനിമയിലെ ജോർജ് സാറ് അത് ഇവിടെ അവതരിപ്പിക്കണമെന്നൊരു അപേക്ഷയാണ്, റിക്വസ്റ്റ് ആണ് ഓഡിയൻസിന്റെ. 36 വർഷമായുടെ ബെൻസേ ഞാൻ മിമിക്രിയിലെ. അതിനിടയിൽ പുറത്തറിഞ്ഞതും അറിയാത്തതുമായ കുറേ മാട്ടപ്പരിപാടികൾ ഞാൻ കളിച്ചിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു റിഹേഴ്സലും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ മിമിക്രിയിൽ നിന്ന് റിട്ടയർഡായി അസോസിയേഷന്റെ പെൻഷനും വാങ്ങിച്ച് ഞാൻ വീട്ടിലിരുന്നാലും ഈ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാടാ. നിങ്ങൾ ആരെയാടാ ഈ പേടിപ്പിക്കണേ? എന്നെ. ഞാൻ നിങ്ങളെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടേ. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇപ്പോഴും തബല വായിക്കുന്നുണ്ടേ. ഞാൻ ഇനിയും കുറെ അറിയാനുണ്ട് മക്കളെ. ഇതെന്റെ കഥയാടാ. ഈ കഥയിലെ നായകൻ ഈ ഏലൂർ ജോർജാടാ. അല്ല, ഒരു കാര്യം, ഇപ്പൊ ഈ നമ്മുടെ പ്രസാദം പറഞ്ഞ പോലെ തന്നെ മിമിക്സ് ഗാനമേളയിൽ പലരും പല പാട്ടുകളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ അതുപോലെ കിടക്കുന്നൊരു പാട്ടാ ഇത്ര ഗംഭീരമായിട്ട് നിങ്ങൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതിമനോഹരൻ പാട്ടാണെങ്കിലും മൃതാണെങ്കിലും എല്ലാം നിങ്ങൾ നിന്ന് പാടി, കൂളായിട്ട് നിങ്ങൾ തന്നെ മ്യൂസിക്കും ചെയ്തു കേട്ടോ. ഗംഭീരം. നമ്മളെ സന്തോഷ് എങ്ങനെ ഭയാനകരമായിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം. കൈവക്കുക. സന്തോഷേട്ടാ നിങ്ങൾക്ക് ഒരു സംശയം, നിങ്ങൾക്കൊരു ട്രൂപ്പ് ഉണ്ടോ നിങ്ങളുടെ? ഉണ്ടായിരുന്നു. ഇപ്പം പുള്ളി വിട്ട് സെന്തിൽ ലാട്ടിൻ്റെ കൂടെ ഒക്കെ ആയിരുന്നു. ജയ് മാർട്ടിനൊക്കെ ഇവർ 2 ഒരേ സ്ട്രിംഗ് ആണ് എടുക്കുന്നത്. ഞാനും ഉണ്ടായിരുന്നു ഇവരെ കൂടെ. അടുത്ത പെർഫോമൻസ് അവിടേക്ക് ആയാലോ? അതെ, പ്രശാന്ത് മിമിക്സ് ഗാനങ്ങളൊക്കെ സ്ട്രിങ്സ് വായിച്ചിരുന്ന പറയുന്നത്. പ്രശാന്ത് പണ്ടല്ലേ? പണ്ട് ഞാൻ 3-4 സ്ട്രിംഗിൽ എന്റെ ഗുരുവാണ് സന്തോഷേട്ടൻ. എന്റെ ഇവിടെ നിന്ന് കാച്ചിട്ടുണ്ട്. സൈഡ് വാരം. അതെ, അങ്ങനെയാണെങ്കിൽ അല്ലെ, സെന്തിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെന്തില് വളരെ സീനിയർ മോസ്റ്റ് മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. നമ്മുടെ സുരാജിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്. സുരാജിന് വളരെ ഇമോഷണലി കണക്ഷൻ ഉള്ള ഒരാളാണ് സെന്തില്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാളാണ് സെന്തില്. അപ്പം ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ഫസ്റ്റ് ടൈമാണ്. ഇദ്ദേഹത്തെ നമ്മൾ സ്കിറ്റിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ ബിജുവിനെയൊക്കെ ഇവര് പറഞ്ഞറിയാം, നിങ്ങളെ അറിയാം. സിംഗേഴ്സ് 2 പേരും ഗംഭീരം. ജോർജ് ചേട്ടാ, ആ ചോറ് പോയ തവലയില്ലേ, നമുക്ക് ചോറിട്ട് പുതുക്കുക. പഴയ തവല ഇറക്കിയ അപ്പൊ ഇവരാരെങ്കിലും പാടും. ഇവര് പാടണമെങ്കിൽ 4 ലൈൻ പാടണമെങ്കിൽ ഞാൻ തബല വായിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടിക്കണം. ഓക്കെ. ഓക്കെ, ഈ തലമുറയുടെ കൂടെ നിന്ന് വായിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങൾ 30 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ഗൾഫിൽ അബിയുടെ നേതൃത്വത്തിലുള്ള കൊച്ചിൻ സാഗറിന്റെ മിമിക്സ് ഗാനങ്ങൾ നടത്തിയത്. 12 പാട്ടാണ് അന്ന് ഞങ്ങൾ പാടിയിരുന്നത്. അന്നൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. ഇന്നും അത്ഭുതം തന്നെയാണ്.
കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോർജ് സാറേ തകർത്തിട്ട ജോർജ് സാറേ. താങ്ക് യു. താങ്ക് യു ജോർജേട്ടാ, താങ്ക് യു ടീം, താങ്ക് യു സോ മച്ച്.